നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് മറ്റെവിടെയല്ല, നമ്മുടെ കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണിപ്പോൾ. നല്ല കാറ്റൊക്കെ, ഇളം കാറ്റുകളൊക്കെ അടിക്കുന്നുണ്ട്. ഞാനൊരാളെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പം പറയുന്നില്ല. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ആളുടെ പേര് ഞാൻ ആദ്യം പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പേര് അഭിലാഷ് അത്തിക്കൽ എന്നാണ്. അദ്ദേഹമാണിപ്പോൾ നമ്മുടെ കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറയിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് സാഹസികമായിട്ടുള്ള യാത്രകൾ നടത്തുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ അഭിലാഷ് ഏട്ടൻ വരുന്നുണ്ട്. അപ്പോൾ അഭിലാഷേട്ടാ, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരുപാട് യാത്രകളൊക്കെ, ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ സാഹസികമായിട്ടുള്ള യാത്രകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ അഭിലാഷ് അത്തിക്കൽ എന്ന് പറയുന്ന അദ്ദേഹം. ഇപ്പോൾ കാഞ്ഞിരക്കൊല്ലി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ഞിരക്കൊല്ലി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അഭിലാഷേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം തീർച്ചയായിട്ടും നമ്മുടെ ഈ മലയോരത്തെ ജനങ്ങളുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അഭിലാഷേട്ടൻ ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതെ അതെ, നേപ്പാളിലായിരുന്നു അല്ലേ? നേപ്പാൾ എവറസ്റ്റ് റീജിയനിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്രയും കാര്യം? അത് ശരിക്കും യാത്ര എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ശരിക്കും പറഞ്ഞാൽ കാഠ്മണ്ഡു വരെ ഫ്ലൈറ്റിൽ പോയതാണ് യാത്ര എന്ന് പറയുന്നത്. ബാക്കി കംപ്ലീറ്റ് ട്രെക്കിംഗ് ആണ്. ഞാനധികം യാത്രകൾ ചെയ്യുന്നില്ല. എനിക്കത് യാത്ര എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് മൗണ്ടനിയറിങ് അല്ലെങ്കിൽ ട്രെക്കിങ് എന്നാണ് അത് പറയാനുള്ളത്. കാരണം രണ്ടും രണ്ടാണ്. യാത്ര എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലത്ത് നമുക്കൊരു വണ്ടിക്ക് പോയി ആ ഭാഗങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്. പക്ഷേ ട്രെക്കിങ് മൗണ്ടനിയറിങ് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് തന്നെയാണ്. കാരണം നമുക്കൊരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു വ്യൂ നമുക്ക് കാണണമെങ്കിൽ ട്രെക്കിങ്ങിൽ നമ്മൾ നടന്ന് കയറി, അതായത് ഇപ്പോൾ ഞാൻ പോയത് നേപ്പാളിൽ എവറസ്റ്റ് റീജിയൻ, എല്ലാവർക്കും അറിയാം, മറ്റേ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രെക്ക് ചെയ്ത് വരുന്ന സ്ഥലമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയും. EBC എന്ന് പറയും, EBC ട്രെക്ക് എന്ന് പറയും, എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അതാണ് വേൾഡ് ഫേമസ് ആണ്. അതായത് വേൾഡിലെ ഏറ്റവും നമ്പർ 1 ട്രെക്കിംഗ് സ്പോട്ടാണത്. അത് തുടങ്ങിയത് 14 ഡേയ്സാണ് എല്ലാവരും പറയുന്നത്. അതായത് 2 ദിവസത്തെ യാത്രയും ബാക്കി 12 ദിവസത്തെ ട്രെക്കിങ്. അതിൽ നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8ാമത്തെ ദിവസമാണ് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുള്ളൂ. അത്ര ദൂരം, ഏകദേശം ഒരു 130-140 കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്ത് കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പോയത് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. പക്ഷേ എല്ലാവരും എവറസ്റ്റ് ബേസ് ക്യാമ്പ്, ഇപ്പം നമ്മുടെ അവിടേക്കാണെങ്കിൽ ഒരു 90% യൂറോപ്യൻസ് തന്നെയാണ് വരുന്നത്.
പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, മലയാളികളുണ്ട്, മലയാളികൾക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാം എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ട്രക്ക് ചെയ്തിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ട്രക്ക് ചെയ്ത് കയറുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇച്ചിരി നല്ല ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഇഷ്യൂസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട്, കാരണം അത് ജസ്റ്റ് വാക്കിങ് മാത്രമേ ഉള്ളൂ, നടപ്പ് മാത്രമേ ഉള്ളൂ. നല്ല കയറ്റമാണ്, അതെല്ലാം ഉണ്ടാവും. പക്ഷെ മലകളുണ്ടാവും. പല മലകൾ കറങ്ങിയിട്ടാണ് നമ്മൾ അതിൻ്റെ അടുത്ത ഓരോ ദിവസം നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യാൻ പറ്റുന്നൊരു കേസാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം അത് ചൂസ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒന്ന് ഡിഫറൻ്റ് ആയിട്ടൊരു കാര്യം കൂടി വേണമെന്ന് തോന്നി, ഇച്ചിരിയും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവം കൂടി വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് അവിടെ ഒരു മൗണ്ട് ലബൂച്ചെ കൊടുമുടി എന്ന് പറഞ്ഞൊരു കൊടുമുടിയുണ്ട്. അതൊരു സ്നോ മൗണ്ടൈനാണ്, മഞ്ഞുമലയാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് 4ാമത്തെ ദിവസം മുതൽ ഈ മൗണ്ടൈൻ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. മൗണ്ട് ലബൂച്ചെ 6119 മീറ്ററാണ് ഹൈറ്റ് അതിൻ്റെ. അപ്പോൾ ഇത് ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ നോക്കി, നമുക്ക് എന്തെങ്കിലും ഒന്ന്, നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന പോലെ ജസ്റ്റ് EBC പോയി തിരിച്ചു വരുമല്ല, എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇട്ടിട്ട് പോരണം. അധികം ആരും കയറാത്തൊരു സ്ഥലത്തേക്കൊന്ന് കയറണം എന്നുള്ളൊരിത്. അപ്പം അവിടെ 2-3 എണ്ണം ഉണ്ടായിരുന്നു. മൗണ്ട് ലബൂച്ചയുണ്ട്, ഐലൻഡ് പീക്കുണ്ട്, പിന്നെ അങ്ങനെയുള്ള 2-3 ഇതേപോലെയുള്ള 6000 എബോവ് 6000 മീറ്ററിന് എബോവുള്ള മലകളുണ്ട്. അപ്പോൾ അതിൽ ഇച്ചിരി ടഫായിട്ടുള്ളത് ലബൂച്ചെ പീക്ക് തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല, എനിക്കൊരു മൗണ്ടനിയറിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മളുടെ ഈ മൗണ്ടനിയറിങ്ങിൻ്റെ ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ, എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കയറാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പീരിയൻസും കൂടി എനിക്ക് വേണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെ കയറണമെങ്കിൽ നമുക്കൊരു ഷെർപ്പയുടെ ഹെൽപ്പ് വേണം. ഷെർപ്പ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവറസ്റ്റ് ഫസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരി, പുള്ളിക്കാരനെ പോലും ഹെൽപ്പ് ചെയ്തതാണ് ടെൻസിങ് നോർഗെ ഷെർപ്പ. അത് ആ എവറസ്റ്റ് റീജിയനിൽ ഈ എവറസ്റ്റിൻ്റെ താഴെയുള്ള ഒരു കാസ്റ്റാണ് ഈ ഷെർപ്പ എന്ന് പറയുന്ന കാസ്റ്റ്. അവരാണ് ഈ മലകളെപ്പറ്റി കറക്റ്റായിട്ട് അറിയാവുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഹെൽപ്പില്ലാണ്ട് എഡ്മണ്ട് ഹിലാരിക്ക് പോലും മുകളിലെത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഷെർപ്പയാണ്, അതായത് ടെൻസിങ് നോർഗെ ഷെർപ്പ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ വഴി കാണിച്ചു കൊടുക്കുന്നത്. കാര്യം 2 പേരും കൂടിയാണ് പോകുന്നതെങ്കിലും ഈ പുള്ളിയുടെ ഹെൽപ്പില്ലാണ്ട്, കാരണം പുള്ളിക്ക് ആ മലകൾ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അത് മാത്രമല്ല, ഈ ഷെർപ്പമാരുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരാളെ ഹയർ ചെയ്തിട്ട് നമ്മളിപ്പോൾ മൗണ്ടനിയറിങ് നമ്മളത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറുന്ന സമയത്ത് നല്ല വെതർവിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, നല്ല എന്താ പറയുക അറ്റ്മോസ്ഫിയർ, നമുക്ക് സിമ്പിളായിട്ട് കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും അവർ പറയും ഇന്ന് കയറണ്ടെന്ന് അവർ പറഞ്ഞാൽ പിന്നെ അവർ അതിൽ നിന്ന് മാറില്ല. കാരണം അത് അവരും മലകളും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റാണ്. അന്നത്തെ ദിവസം അവർക്കറിയാം എന്തെങ്കിലും റോങ് ഉണ്ടെന്നുള്ള അവർക്കറിയാം. അത് നല്ല ക്ലൈമറ്റ് ആണെങ്കിലും അവർ പറയും ഇന്ന് കയറണ്ട, 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ കയറാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്നേ പറ്റത്തുള്ളൂ. കാരണം പിന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അവരും ഈ മലകൾ തമ്മിലുള്ളൊരു ബോണ്ടാണ്. കാരണം അവർ ജനിച്ച് വളർന്നത് അവരുടെ ശരിക്കും പറഞ്ഞാൽ, ഞാനിപ്പം എൻ്റെ ആ ഷെർപ്പയുടെ പേര് ഒരു ഫൂറ ഷെർപ്പ എന്നാണ്. അപ്പം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, എത്ര തവണ ഈ ലബൂച്ചെ പീക്ക്, അല്ലെ ഐലൻഡ് പീക്ക്, അതുപോലെ തന്നെ അമദബൽ എന്ന് പറഞ്ഞൊരു മലയുണ്ട്, അപ്പോൾ നീ എത്ര തവണ നിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു നീ എത്ര തവണ, ഞാൻ പറഞ്ഞു നമുക്കറിയില്ല, എനിക്ക് ഞാൻ അറിയില്ല. അത് തന്നെയാണ്. കാരണം എന്നെ അന്ന് അവിടെ കയറി അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചിറങ്ങി, പിറ്റേ ദിവസം രാവിലെ പുള്ളി വീണ്ടും അടുത്ത ക്ലൈൻറ്റിനെ കൊണ്ട് അവിടെ കയറുകയാണ്. അപ്പോൾ ഈ ലബൂച്ചെ പീക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലബൂച്ചെ പീക്ക് കയറണമെങ്കിൽ ഇങ്ങനെ ഒരു ഷെർപ്പ വേണം. അപ്പോൾ ഷെർപ്പേനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ ഈ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിചയമൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ കയറാൻ നേരത്തുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ ഒരു സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് വെക്കുന്നുണ്ട്, ഐസാക്സ് ഉണ്ട്, ക്രാംപോൺസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് നമുക്കിത് കയറാൻ പറ്റത്തുള്ളൂ. കാരണം സ്നോ മൗണ്ടൈൻ ആയതുകൊണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ തലേദിവസം തന്നെ എനിക്ക് ചെറിയൊരു ട്രെയിനിങ് വന്നത്, 1/2 മണിക്കൂർ നേരത്തെ ട്രെയിനിങ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. കാരണം കയറുന്നതിനെ കഴിഞ്ഞാൽ പാടാണ് തിരിച്ചിറങ്ങാൻ. കയറൽ നമുക്ക് പിടിച്ച് മുന്നോട്ട് നോക്കിയിട്ടാണ് നമ്മൾ കയറുന്നത്. തിരിച്ചിറങ്ങൽ ഇത് ഇങ്ങനെ റിവേഴ്സ് നോക്കിയിട്ട് വേണം. അത് ഭയങ്കര റിസ്ക്കാണ് തിരിച്ചിറങ്ങൽ. അപ്പോൾ ഈ ഒരു 6119 മീറ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ EBC മാത്രം, എവറസ്റ്റ് ബേസ് ക്യാമ്പ് മാത്രം പോയിട്ട് വരുന്നതിലൊരു ത്രില്ല് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലബൂച്ചെ പീക്കും കൂടി ചൂസ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ടോട്ടൽ EBCയും ലബൂച്ചെ പീക്കും കൂടി വരുമ്പോൾ ഏകദേശം ഒരു 20 ഡേയ്സ് 20 ദിവസം വരും. കാരണം ലബൂച്ചെ പീക്ക് കയറണമെങ്കിൽ നമ്മൾ ഒരു അക്ലമൈസേഷൻ്റെ വേറൊരു സ്റ്റേജും കൂടിയുണ്ട്. ഇതിന് എല്ലാ ഇതുപോലെയുള്ള 6000 എബോവുള്ള എല്ലാ മലകൾക്കും ഒരു ബേസ് ക്യാമ്പ് ഉണ്ടാവും, പിന്നെ ഒരു ഹൈ ക്യാമ്പ് ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ ആ ബേസ് ക്യാമ്പിൽ പോയി സ്റ്റേ ചെയ്യും, അതിനുശേഷം ഹൈ ക്യാമ്പിൽ പോയി സ്റ്റേ ചെയ്യും, എന്നിട്ടാണ് നമ്മളിത് കയറാൻ പോകുന്നത്. പക്ഷേ ഞാൻ പിന്നെ ഈ EBC എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി അവിടുന്ന് നേരെ തിരിച്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള ലബൂച്ചെ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ നേരെ ഹൈ ക്യാമ്പിലേക്കാണ് പോയത്. അപ്പോൾ എനിക്കവിടെ 2 ദിവസം എനിക്കവിടെ
കുറഞ്ഞ് കിട്ടി. കാരണം അക്ലമൈസേഷൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ കയറി തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത് ലബുച്ചയുടെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലബുച്ച കൊടുമുടി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതൊരു അംബിഷനായിരുന്നു. അത് അംബിഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 6000 എബോവ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. 6000 മീറ്ററിന് മുകളിൽ. കാരണം നമുക്കറിയാം നമ്മളെല്ലാം ഗ്രൗണ്ട് ലെവലിൽ, ഗ്രൗണ്ട് സീറോയിലുള്ള ആൾക്കാരാണ്. സീറോയിൽ നിന്ന് 6000 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 6 കിലോമീറ്റർ ഹൈറ്റിൽ സീ ലെവലിൽ നിന്ന് പോകുമ്പം തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒരുപാട്, ഓക്സിജൻ്റെ ലെവൽ കുറയുന്നതും അതിൻ്റെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് കയറുന്ന സമയത്ത്. പക്ഷേ ഉണ്ടായിരുന്നു, ഇല്ലയെന്നല്ല. കാരണം നമുക്ക് ശ്വാസം മുട്ടൽ കാര്യങ്ങൾ വരുന്നുണ്ട്, ഓക്സിജൻ ലെവൽ കുറയുന്നതിന് നമുക്കൊരു ഹാലൂസിനേഷനൊക്കെ പോലെ തോന്നും. ഐ മീൻ നമ്മൾ ഏറ്റവും ടോപ്പിലേക്കൊക്കെ എത്തുമ്പം ഈ ഓക്സിജൻ കണ്ടൻറ്റ് കുറയുന്നതിനനുസരിച്ച് ഇതിനെന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ ബ്രെയിനിൽ സെൽസ് ബൾജാവാൻ തുടങ്ങും, വികസിക്കാൻ തുടങ്ങും. അതിങ്ങനെ വികസിച്ച് നെർവിലൊക്കെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഹാലൂസിനേഷൻ പോലെ തോന്നും. കാരണം ഞാൻ ആ കയറുന്ന ലബുച്ച പീക്ക് കയറുന്ന സമയത്ത് അവിടെ എനിക്ക് -20 -25 ഒക്കെയാണ്. പക്ഷെ കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടെടുത്ത് വിയർത്ത് നമ്മൾ മുകളിലിട്ടിരുന്ന 2 ജാക്കറ്റ് ഊരി മാറ്റി ജസ്റ്റ് ഉള്ളിൽ ഒരു ഇതേപോലെയുള്ളൊരു ഫുൾ സ്ലീവ് ജാക്കറ്റും പിന്നെ ഒരു വിൻ പ്രൂഫ് ജാക്കറ്റ് മാത്രം ഇട്ടാൽ കയറുന്നത്. കാരണം നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അത് ഫീൽ ചെയ്യാത്തപ്പോൾ ഷെർപ്പയൊക്കെ ഫുള്ള് ഡ്രസ്സില്ല. ഷെർപ്പ പറഞ്ഞ് അത് നിനക്ക് അത് അറിയാത്തതാണ്. മീൻസ് നമ്മുടെ ഈ മെൻ്റലി ഈ ഒരു ഹാലൂസിനേഷൻ പോലെ വരുന്ന കാരണം കാര്യം -20 തണുപ്പുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, നമ്മളൊന്നും ഫീൽ ചെയ്യുന്നില്ല, അറിയുന്നില്ല. അതൊരു ഹാലൂസിനേഷൻ്റെ AMS, ആൾട്ടിറ്റ്യൂഡ് മോഡ്യൂൾ സിക്നെസ് എന്ന് പറയും അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ കുഴപ്പമില്ല, നിനക്ക് അങ്ങനെ ഫീൽ ചെയ്യുവാണെങ്കിൽ നീ അത് ഊരിയിട്ട് തന്നെ നീ കയറിക്കും. നോഷീത് ചില ആൾക്കാരൊക്കെ ഈ എവറസ്റ്റൊക്കെ കയറുന്ന ആൾക്കാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ലാസ്റ്റ് ക്യാമ്പ് 4 നിന്ന് മുകളിലേക്ക് കയറുന്ന സമയത്ത് ഒരു പരിധി കഴിയുമ്പോൾ ഇവരിതെല്ലാം ഊരി ഫുള്ള് ഡ്രസ്സ് ഊരിയിട്ടൊക്കെ അവിടെ നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ പിന്നെ തിരിച്ച് വരാറുമില്ല, അത് വേറെ കാര്യം. അവിടെ തന്നെ തീരുമാനം ചെയ്യുന്നത്. കാരണം അങ്ങനത്തെയൊക്കെ ഒരുപാട് റിസ്ക്കുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അന്ന് അവിടെ ഇപ്പം നേപ്പാളിൽ ഇവിടെ നമ്മളെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി. അന്ന് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നോ നമ്മൾ കൂടെ? എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ മലയാളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ഈ ഭാഗത്തു നിന്നും അധികം കണ്ടില്ല. എല്ലാം ഈ തൃശ്ശൂർ അതിനപ്പുറത്തേക്ക് അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് ഇഷ്ടംപോലെ ഉണ്ട്. മലയാളികൾ ഇഷ്ടംപോലെ കയറുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ഫസ്റ്റ് നമ്പർ 1 ട്രക്കിംഗ് ആണത്. അതാണ് ട്രക്കിങ്ങിലെ നമ്പർ 1 ആണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അത്രമാത്രം ഫേമസ് ആണത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ട്രക്കിങ്. അത് മാത്രമല്ല ഇപ്പം ഈ ഏപ്രിൽ മെയ് എവറസ്റ്റ് എക്സ്പെഡീഷൻ്റെ ടൈമാണ്. അതായത് എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി ഈ ക്ലൈംബേഴ്സ് കയറുന്ന സമയമാണ്. അതായത് മാർച്ചിൽ ഈ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് അത് എല്ലാ വർഷവും ഇവർ അവിടെ സെറ്റ് ചെയ്യും. എല്ലാ വർഷവും ഒരു സെറ്റ് ചെയ്യും. അതായത് മാർച്ച് മാസത്തിലാണ് ഈ ഷെർപ്പമാർ, ഇതെല്ലാം ഷെർപ്പാസാണ് ചെയ്യുന്നത് കേട്ടോ, വേറെ സാധാരണ ആൾക്കാരല്ല. അവർക്ക് അവിടെ നിന്ന് അങ്ങനെ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഓഫീസാണ്. അവരുടെ ഒരു ഓഫീസ്, അവരാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അവർ തന്നെയാണ്. കാര്യം പല കമ്പനികളും, യൂറോപ്യൻ കമ്പനികളും പുറത്തുനിന്നുള്ള കമ്പനികളും ഇന്ത്യൻ കമ്പനികളും എല്ലാം അവിടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെല്ലാം ഇവിടുന്ന് ക്ലയൻസിനെ എടുത്തിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഷെർപ്പമാരുടെ അടുത്താണ്. ഇവരാണ് പിന്നെ ഈ എവറസ്റ്റ് എക്സ്പെഡീഷൻ്റെ ടൈമാണ് ഏപ്രിൽ മെയ് ആണ് അവിടെ ഈ മറ്റേ സമ്മർ സീസൺ. ഈ സീസണിലാണ് എവറസ്റ്റ് കീഴടക്കുക. എവറസ്റ്റ് മാത്രമല്ല 8000 എബോവ് എല്ലാം ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നത് ഈ ഒരു സമയത്താണ്, ഏപ്രിൽ മെയ്. പിന്നെ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ഓട്ടം സീസണിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നല്ല ക്ലൈമറ്റാണ് അവിടെ. അതായത് വലിയ മഞ്ഞില്ല, വലിയ തണുപ്പില്ല. ഈ വലിയ മഞ്ഞില്ല വലിയ തണുപ്പില്ല എന്ന് പറയുന്നത് അവിടെ കാഠ്മണ്ഡു നേപ്പാളിലെ സമ്മർ സീസണാണ്. പക്ഷേ നമ്മളീ പോകുന്ന ഈ ട്രക്ക് ചെയ്യുന്ന വഴിയിലെല്ലാം വൈകുന്നേരമായി കഴിഞ്ഞിട്ടാണ് -12 -30 ആണ് സമ്മറിൽ. ആ സമയത്ത് മഞ്ഞും വീഴുന്നുണ്ട്. അപ്പോൾ പിന്നെ വിൻ്ററിലെ കേസ് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ അപ്പോൾ അത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടെ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മലയാളികൾ, ഇന്ത്യൻസ്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാം ഉണ്ട് EBC കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ലബുച്ച പീക്ക് കയറാൻ വേണ്ടി, ഈ ലബുച്ച കൊടുമുടി കയറാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കയറുന്ന അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഒരു 8 പേര് അത് കയറാൻ വേണ്ടി, ഒരു 12 പേര് വന്നിട്ടുണ്ട്. 12 പേരിൽ ഒരു 4 പേര് എവറസ്റ്റ് എക്സ്പെഡീഷന് വന്ന ആൾക്കാരാണ്. കാരണം എവറസ്റ്റ് എക്സ്പെഡീഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഒരു അക്ലമൈസേഷന് വേണ്ടി കയറുന്നൊരു കൊടുമുടിയും കൂടിയാണ് ഈ ലബുച്ച പീക്ക്. അവരുടെ ആ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്, അതിൽ വരുന്ന ഒരു കൊടുമുടി. ഇത് കയറിയിട്ട് അവർ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് വീണ്ടും പോകും. അതിൽ ഇന്ത്യക്കാരും ഇല്ലായിരുന്നു. എല്ലാം അതിൽ തന്നെ ഞങ്ങളൊരു എനിക്ക് തോന്നുന്നൊരു 3 പേരെ ഞാൻ പകുതിക്ക് വെച്ച് അവർ റിട്ടേൺ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുള്ള മല തന്നെയാണ്. കാരണം ഞാൻ രാത്രി 2 മണിക്കാണ് ഞാൻ മല കയറാൻ തുടങ്ങി. ഞാൻ ഷെർപ്പയും കൂടി
ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ലിറ്ററലി ഞാൻ ഗിവ് അപ്പ് ഇത് തിരിച്ചു പോയാലോ എന്നുള്ളൊരു മെൻ്റലി തന്നെ അത് വന്ന് വീണ്ടും പുഷ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഷെർപ്പ പെട്ടെന്ന് തന്നെ പറഞ്ഞു, അത് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തോന്നുവാണ്, തിരിച്ചു പോവാം നമ്മൾ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഷെർപ്പനോട് പറഞ്ഞു അതും ഈ AMS ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസിൻ്റെ ഒരു പാർട്ടാണ്. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നത് AMSൻ്റെ ഒരു പാർട്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത്ര ഒരു ഏകദേശം ഒരു 1.5 വർഷത്തോളമുള്ള ഒരു തയ്യാറെടുപ്പും, അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്, ആ റിസൾട്ട് വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഒരുപാട് ട്രക്കിംഗ് ചെയ്തപ്പോൾ കിളിമഞ്ചാരോ ഒക്കെ ചെയ്തല്ലോ. അതെ ട്രക്കിംഗ് ചെയ്തപ്പോൾ ഈ തിരിച്ചു പോകാമെന്ന് തോന്നിയത് ഈ ഒരു യാത്രയിൽ ഈ ലബുച്ചപ്പിക്ക് കയറുന്ന സമയത്ത് ലാസ്റ്റ് സ്ട്രെസ്സിലാണ് ശരിക്കും തിരിച്ച് നിർത്തി ഇറങ്ങി പോരണം എന്നുള്ള മടുത്തു എന്ന് പറഞ്ഞാൽ അത് മടുത്തിട്ടാണോ അതോ വേറെ എന്തെങ്കിലുമാണോ നമ്മളുടെ മനസ്സിലങ്ങ് തോന്നുവാണ് തിരിച്ചു പോവാം എന്നിങ്ങനെ തന്നെ. അത് ഞാൻ പറയില്ല, ഇതിൻ്റെ AMSൻ്റെ ഒരു സിംറ്റമാണത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ തോന്നി ബേക്കോട്ട് അടിപ്പിക്കുക എന്നുള്ളത് AMSൻ്റെ ഒരു സിംറ്റമാണെന്ന് പറയുന്നത്. ഇത് കയറിയപ്പോഴാണ് നമുക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നത്. പക്ഷേ നമുക്കൊരു റിസൾട്ട് വേണം. ഇത്ര നാളത്തെ ഒരു അധ്വാനം, ഇത്ര നാളത്തെ ഒരു വർക്കൗട്ട്, ഇത്ര നാളത്തെ നമ്മളുടെ ഒരു സ്റ്റഡി ഉണ്ട്. നമ്മളിത് എവിടെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാം അതിൻ്റെ. പക്ഷേ ഈ ലബുച്ചപ്പിക്കിൻ്റെ പ്രോബ്ലം എന്നായിരുന്നു ചോദിച്ചാൽ, ലബുച്ചപ്പിക്കിൻ്റെ ഈ 6000 എബോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വീഡിയോസും ഒരുപാട് കാര്യങ്ങളൊന്നും കിട്ടില്ല, നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ചില മലയാളത്തിലൊന്നുമില്ല, ആരും എടുത്തിട്ടില്ല. പക്ഷേ ചില ഇംഗ്ലീഷുകാരൊക്കെ എടുത്തതെന്ന് പറഞ്ഞാൽ അവർ ഈ ഗോപ്രോ ഒക്കെ വെച്ചിട്ട് എടുക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വ്യൂസോ എങ്ങനെയാണ് ആ വേന്നോ എങ്ങനെയാണ് ഇതുകൊണ്ട് ആ റൂട്ട് എങ്ങനെയാണെന്നൊന്നും നമുക്ക് കിട്ടത്തില്ല. ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു ലബുച്ചപ്പിക്ക് കയറുന്ന സമയത്ത്. അതേസമയം കിളിമഞ്ചാരോ ആയിരുന്നപ്പോഴും ഈവൻ എവറസ്റ്റ് ബേസ് ക്യാമ്പും അതുപോലെ തന്നെ ഞാനിവിടെ കയറി കേദാർക്കന്തയൊക്കെ വരുന്നത് കറക്റ്റ് നമ്മുടെ അടുത്ത് ആ വിഷ്വൽസ് ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പേ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്, ഈ രീതിയിലാണ് അവിടുത്തെ ട്രെക്കിങ് നടക്കുന്നത്, ഈ രീതിയിലാണ് പാത്ത് കിടക്കുന്നത്. ലബൂച്ച കൊടുമുടിയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നോ ഏത് വഴിയിലാണ് നമ്മൾ കയറി, കാരണം കിളിമഞ്ചാരോ എന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് കറക്റ്റായിട്ട് അറിയാം അവരിങ്ങനെ നിൽക്കുന്നത്, അതിലെ ആ റൂട്ടുകൾ. ഇപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആണെങ്കിലും കറക്റ്റായിട്ട്. പക്ഷേ ലബൂച്ച പീക്കിൻ്റെ സബ്മിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. എവിടെയാണെന്നോ എങ്ങനെയാണോ അവിടേക്ക് എത്തേണ്ടതെന്നോ റൂട്ടൊന്നും ഒരു ഐഡിയ ഇല്ല, ഫുള്ള് ബ്ലാങ്ക്. ഫസ്റ്റ് ടൈം കയറുന്ന അതിലാണ് ഞാൻ ഓരോ ഇതും കാണുന്നത്. അപ്പം തന്നെ സംഭവം മനസ്സിലായി എന്തുകൊണ്ടാണ് ലബൂച്ചയുടെ വീഡിയോ ഇല്ലാത്തത്. അതെ നമ്മൾ കയറിയപ്പോൾ അത് കിട്ടിയല്ലോ. പക്ഷേ അത് ആ കയറിയതിൻ്റെ ഒരു 2% പോലും ഇല്ല 2% വീഡിയോ പോലും ഇല്ല. നടക്കത്തില്ല. ഒന്നാമത് അത് എടുക്കണമെങ്കിൽ, കാരണം നമ്മൾ ഫുള്ള് ആ റോപ്പിൽ നമ്മൾ ടൈ ചെയ്ത് വെച്ചേക്കാം. നമ്മളെ ഒരു കൈയിൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഈ റോപ്പിൽ പ്രസ് ചെയ്ത് പിടിക്കണം. ഒരു കൈ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഈ ബേക്കിലും പിടിക്കണം. ഇതിനിടയ്ക്ക് നമ്മളൊരു സേഫ്റ്റി ഇതുണ്ട്, അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. കാൽ രണ്ടിലും ക്രാമ്പോൺസ് ആണ്. നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഒന്നുകിൽ ഷെർപ്പയോട് പറയണം, ഷെർപ്പ പുറകിലായിരിക്കും, ഷെർപ്പേനോട് പറയണം. പിന്നെ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഹെൽമെറ്റ് ഉണ്ട്. അതിന് ഗോപ്രോ വേണം. എൻ്റെ അടുത്ത് ഗോപ്രോ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ പ്രശ്നം വെച്ചാൽ ഈ മൈനസിൽ എൻ്റെ ബാറ്ററി ചാർജ് തീർന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഇത് ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലാസ്റ്റത്തെ 2 പോയിന്റ് ലബൂച്ച വരെയുള്ള പോയിന്റ് താഴെ വരെ കറണ്ടുള്ളൂ, ഇലക്ട്രിസിറ്റി ആയിട്ട് കിട്ടുന്നുള്ളൂ. അവിടെയൊക്കെ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നതെങ്കിൽ 1000, 1500, 2000 നേപ്പാളി റുപ്പീസ് കൊടുക്കണം ഒരു ബാറ്ററി ഒരെണ്ണം ചാർജ് ചെയ്യുന്നതിന്. കാരണം അതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് കൂട്ടാം, എന്താ പറയുക, സോളാറാണ്.
അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻ എനിക്കത് ചാർജ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആദ്യമേ വീഡിയോസ് ഒന്നും അധികം കിട്ടാത്തതല്ലേ. അത് അല്ല, ഒരു കണക്കിൽ പറഞ്ഞാൽ അപ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല്, ഇപ്പോൾ സാധാരണ കയറുന്നതിനേക്കാൾ കൂടുതലൊരു ത്രില്ല് അനുഭവിച്ചത്. കാരണം നമുക്കൊന്നും അറിയത്തില്ല, എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എവറസ്റ്റ് ബേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇത് കഴിയുമ്പോൾ ഓരോ സ്റ്റേഷൻ ഇനി അടുത്ത് വരാൻ പോകുന്ന ഇതാണെന്ന് നമുക്കറിയാം. ഇതിലൊന്നും അറിയില്ല, അടുത്തത് എവിടെയാണ് എന്താണെന്നൊന്നും. അപ്പോൾ അതൊരു ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇനി വിചാരിച്ചതെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ കയറാൻ പോകുന്നിടത്തല്ല, നമ്മളിതിന് വീഡിയോസ് കാണുന്നില്ല, ചെന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. EBC ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പോട്ടറോട് ചോദിക്കും അടുത്ത ലൊക്കേഷൻ എവിടെയാണ് പറയാം, ഇങ്ങനെ കാണിക്കും, ഈ മല കാണിക്കും, അതിൻ്റെ ബിഹൈൻഡാന്ന് പറയും, അതിന് ബിഹൈൻഡ് ദാറ്റ് എന്ന് പറയും കേട്ടോ. ഇതിങ്ങനെ പോകുന്നത് അധികം കയറ്റമൊന്നും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആ മലയുടെ ഈ സൈഡിലെത്തും. ഈ സൈഡിലെത്തുമ്പോൾ ഇതേപോലെ തന്നെ കിടക്കും അങ്ങോട്ടേക്ക് അടുത്ത മല. അപ്പോൾ അതേപോലെ നടന്ന് അവിടെ എത്തുമ്പോഴത്തേനും വീണ്ടും അടുത്തിറങ്ങണം. ഇങ്ങനത്തെ ഒരു 10-15 ഒരു ദിവസം നമ്മൾ ഈ കറങ്ങി കയറി ഇറങ്ങുന്നത്. അതും മിനിമം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഒരു ദിവസം നമ്മൾ നടക്കുന്നുണ്ട്. പിന്നെ എത്തി എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അഭിലാഷേട്ടാ, നമ്മുടെ നേപ്പാളിലെ സാഹസികമായിട്ടുള്ള ട്രെക്കിങ്ങിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. അപ്പം അതിന് ഇനിയിപ്പം ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് എവിടെയായിരുന്നു ട്രെക്കിങ് ചെയ്തിട്ടുള്ളത്? ഇതിന് മുമ്പ് നേപ്പാൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ലബുച്ചെപ്പിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത ടാൻസാനിയ, കിളിമഞ്ചാരോ, മൗണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്നത് അതായത് അതിനൊരു ഒരുപാട് ഐഡൻറ്റിറ്റി ഉണ്ട്. മൗണ്ട് കിളിമഞ്ചാരോ വേൾഡിലെ ഫ്രീ സ്റ്റാൻഡിങ് മൗണ്ടൻ, ഏറ്റവും ഹയസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന മലകളിൽ ഏറ്റവും ഹയസ്റ്റ് മൗണ്ട് കിളിമഞ്ചാരോ ആണ് ആഫ്രിക്കയിലെ. അതായത് 5895 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ആണെന്നറിയാമല്ലോ. പക്ഷേ എവറസ്റ്റൊക്കെ സിംഗിളല്ല. എവറസ്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ എവറസ്റ്റിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ബാക്കി ഒരു ഷോൾഡർ പോലെ ബാക്കിയുള്ള മലകളെല്ലാം അത് എവറസ്റ്റ് റീജിയൻ, അതായത് ഹിമാലയൻ റീജിയനിൽ ഫുള്ള് മലകളിങ്ങനെ ഈ എന്താ പറയുക ഒരു ചെയിൻ പോലെ കിടക്കുക, കൂടി കിടക്കുന്ന. കിളിമഞ്ചാരോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിളിമഞ്ചാരോ ഒരു എന്താ പറയുക ഒരൊറ്റ മൗണ്ടൻ, സിംഗിൾ മൗണ്ടനാണ്, ഒറ്റ വരുന്നത്. അതായത് ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റയാന്നൊക്കെ പറയുന്ന പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മലയാണ് അത്. കിളിമഞ്ചാരോ ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ട് മെറു ഉണ്ട്, മൗണ്ട് കെനിയ ഉണ്ട്, അതുപോലെ തന്നെ ജപ്പാനിലെ അടിപൊളിയാണ് മൗണ്ട് ഫുജി. ഫുജിയൊക്കെ ഇതിനെക്കാട്ടി ഒരുപാട് ചെറുതാണ്. ഇല്ല, ജപ്പാനിൽ പോയിട്ടില്ല. അതൊരു ആഗ്രഹമാണ് ജപ്പാനിലെ മൗണ്ട് ഫുജി എന്ന് കാണുന്നത്. ഭയങ്കര രസമാണ് അതൊക്കെ കാണാൻ വേണ്ടി. കിളിമഞ്ചാരോയിലെ യാത്രകൾ എത്ര ദിവസം, ട്രക്കിംഗ് എത്ര ദിവസം? കിളിമഞ്ചാരോ ശരിക്കും കിളിമഞ്ചാരോയ്ക്ക് പല റൂട്ടുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് റൂട്ട് സെലക്ട് ചെയ്യാം. ഒരു 8-9 റൂട്ടുകൾ. കാരണം ഫ്രീ സ്റ്റാൻഡിങ് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന മൗണ്ടൻ ആയത് കാരണം അതിന് ഏത് സൈഡിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 8-9 റൂട്ടുകളുണ്ട് അതിൻ്റെ അകത്ത്. അതിൽ തന്നെ ഏറ്റവും നല്ല റൂട്ടുകൾ ലമോഷെ അതുപോലെ തന്നെ മച്ചാമ എന്ന് പറയുന്ന 2 റൂട്ടുകളാണ്. അതിൽ ഞാൻ ചൂസ് ചെയ്ത മച്ചാമയാണ്. 7 days 7 ദിവസം കൊണ്ട് കയറി ഇറങ്ങുന്ന മച്ചാമ റൂട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷേ ഞാനത് 6 ദിവസം കൊണ്ട് കയറി ഞാൻ തിരിച്ചെത്തിയായിരുന്നു. കിളിമഞ്ചാരോയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 7 സമ്മിറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ 7 കോണ്ടിനെൻ്റലിലെ ഹയസ്റ്റ് പീക്കുകൾ, 7 കോണ്ടിനെൻ്റലിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരത്തിലുള്ള പീക്കുകൾ. അതിൽ ഏഷ്യ വരുന്ന സമയത്ത് മൗണ്ട് എവറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ലാറ്റിൻ അമേരിക്ക വരുന്ന സമയത്ത് നമ്മുടെ ഡെനാലിയാണ് വരുന്നത്. അങ്ങനെ വരുമ്പം ആഫ്രിക്കൻ കോണ്ടിനെൻ്റലിലെ ഹയസ്റ്റ് പീക്കുമാണ് ഈ കിളിമഞ്ചാരോ. അതുപോലെ തന്നെ കിളിമഞ്ചാരോ ഒരു വോൾക്കാനിക്കാണ്, അഗ്നിപർവ്വതമാണ്, ആക്റ്റീവാണ് സ്റ്റില്. അതിൽ 3 അഗ്നിപർവ്വതം കൂടിയതാണ് ഈ കിളിമഞ്ചാരോയുടെ ടോപ്പ്. അതിലേറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് കിളിമഞ്ചാരോയിലെ കിബു പീക്ക് എന്നതിന് പറയുന്നത്. അതൊരു വോൾക്കാനമാണ്, സ്റ്റിൽ ആക്റ്റീവാണ്. അത് വോൾക്കാനോ ഏത് സമയത്തും നമുക്ക് വേണമെങ്കിൽ അത് ഇറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആക്റ്റീവാണ്. അപ്പോൾ അതാണ് കിളിമഞ്ചാരോയുടെ പ്രത്യേകതകൾ. അതാണ്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പും ലബുച്ചെ പീക്കും ചെയ്തു, കിളിമഞ്ചാരോയും ചെയ്തു. അപ്പോൾ എനിക്കത് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ
എവറസ്റ്റ് ബേസ് കിളിമഞ്ചാരോ എവറസ്റ്റ് ബേസ് ക്യാമ്പും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വളരെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് 5360 മീറ്റർ ഹൈറ്റേ ഉള്ളൂ. കിളിമഞ്ചാരോ 5895 മീറ്റർ ഹൈറ്റാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി ഇടയ്ക്ക് നമുക്ക് ഇത്രയും ദിവസങ്ങളുണ്ട്. നമുക്ക് അക്ലമൈസേഷന് വേണ്ടി 2 ദിവസം എക്സ്ട്രാ കിട്ടുന്നത്. അതായത് നമ്മൾ കയറി നമച്ചെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 3400 മീറ്ററിൽ നമ്മൾ 2 ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും. അക്ലമൈസേഷനും ബോഡിയിൽ നിന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി. പിന്നെ ദിംബോച്ചെ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4400-4600 മീറ്റർ, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഹൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ 1 ദിവസം എക്സ്ട്രാ സ്റ്റേ ചെയ്യും അക്ലമൈസേഷന് വേണ്ടി. കിളിമഞ്ചാരോയ്ക്ക് ഇമാതിരി ഒരു പരിപാടിയില്ല. നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് തന്നെ കിളിമഞ്ചാരോ മലയിലേക്ക് തന്നെയാണ്, ഈ പർവ്വതത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന് ഇറക്കം എന്ന് പറയുന്ന സംഭവമില്ല, ഫുള്ള് ക്ലൈമ്പിങ് തന്നെയാണ്, കയറ്റം തന്നെയാണ്, നടന്ന് കയറുകയാണ്. അത് ഓരോ ദിവസം നമ്മൾ 1000-1200 മീറ്ററൊക്കെ നമ്മൾ അത് 7 ദിവസത്തെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അത് 8 ദിവസത്തെ ഉണ്ട്, 5 ദിവസത്തും കൊണ്ട് കയറുന്നതുണ്ട്. അപ്പോൾ ഞാനത് 6 ദിവസം കൊണ്ട് കയറി ഇറങ്ങി. ഇതിൻ്റെ അകത്ത് കിളിമഞ്ചാരോയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അത് തന്നെയാണ്. കാരണം നമുക്ക് അക്ലമൈസേഷൻ എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് ചെയ്ത് സ്റ്റേ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുക. നമ്മളവിടെ ഒരു അക്ലമൈസേഷന് വേണ്ടി നമ്മൾ 1 ദിവസം സ്റ്റേ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, സ്റ്റേ ചെയ്യുന്ന ഫുള്ള് ടെൻറ്റാണ്. ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ടീ ഹൗസ്, അതായത് ഹോട്ടൽസ് ഉണ്ട്. നമുക്ക് ഫുഡ് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഹോട്ടലുണ്ട്. നമുക്ക് എപ്പം വേണേലും എന്ത് വേണേലും നമുക്ക് അവിടെ നിന്ന് എടുത്ത് മേടിക്കാം, കഴിക്കാം. കാശിച്ചിട്ട് കൂടും. കാരണം അവിടേക്കെല്ലാം ഈ പോർട്ടർമാരോ ചുമന്ന് കയറ്റുന്നത്, എത്തിക്കുന്നത് മോട്ടോർ വേ ഇല്ല. കിളിമഞ്ചാരോ ഇതൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മുടെ ബാഗിൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വേണം ഈ സാധനം കയറാൻ. നമ്മൾ അന്നത്തെ യാത്രയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? അന്ന് ഞാൻ സോളോ ആയിരുന്നു. കിളിമഞ്ചാരോയിലെ സോളോ. ഞാൻ അധികം സോളോ ആയിട്ട് തന്നെയാണ് പോവാറ്. സോളോ ആയിരുന്നു. പക്ഷേ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, പ്ലസ് 5 ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു. കിളിമഞ്ചാരോയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:5 ആണ്. അതായത് നമുക്ക് വേണ്ട ഈ ഇത്രയും ദിവസം വേണ്ട ടെൻറ്റ്, കിച്ചൺ സാധനങ്ങൾ, ഈ വക ഐറ്റംസ് എല്ലാം കൊണ്ടാണ് നമ്മൾ കയറുന്നത്. നമ്മളുടെ ലഗേജ് അടക്കം ഇവരാണ് എടുക്കുന്നത്. അപ്പം ഒരു 1:5 ആണ് ഇവിടുത്തെ റേഞ്ച്. കാരണം ഒരാൾ കയറണമെങ്കിൽ 5 പേരുടെ ഹെൽപ്പ് അവിടെ നിന്ന് വേണം. അല്ലാതെ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ആരോഗ്യവും നല്ല ഒരു 50 കിലോ 60 കിലോ ചുമക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പക്ഷെ ഒരു ഗൈഡ് വേണം, എന്താണല്ലോ അത് മസ്റ്റാണ്. ഇവിടുത്തെ ഉണ്ടെങ്കിൽ പോർട്ടർമാരൊന്നും ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല കിളിമഞ്ചാരോയിൽ അത് എത്രമാത്രം പോസിബിളാണ്. കാരണം അതങ്ങനത്തെ ഒരു മൗണ്ടനാണ്. കാരണം നമ്മൾ ഈ പെട്ടെന്ന് ഈ ഹൈറ്റ് ഗെയിൻ ചെയ്യുന്ന കാരണം ഈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസിൻ്റെ ഈ തലവേദന, ഈ വക കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നു. ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന ഒരു മലയാണ് കിളിമഞ്ചാരോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ചലഞ്ച് എന്ന് പറയുന്നത് കിളിമഞ്ചാരോയുടെ. പക്ഷെ അത് കയറി അതിനകത്തൊരു ബറാങ്കോ വാൾ എന്നൊക്കെ പറയുന്നത്, ഇപ്പം നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഇതില്ലേ, നമ്മുടെ ശശിപ്പാറ കഴിഞ്ഞപ്പോൾ ശശിപ്പാറ പോലെ ഇതുപോലെ ഒരു വാള് പോലെ ഒരു ഏരിയ ഉണ്ട് അവിടെ. അത് 4ാമത്തെ ദിവസമാണ് നമ്മൾ 3ാമത്തെ ദിവസം നമ്മൾ അവിടെ എത്തും. ബറാങ്കോ വാൾ എന്നാണ് അതിന് പറയുന്നത്. അത് ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു സൈഡ് മുഴുവൻ പാറയാണ്, താഴേക്ക് കൊക്കയാണ്. അപ്പം നമുക്കൊരു നമ്മുടെ ഒരു കാല് വെക്കേണ്ട ഒരു രീതിയിലുള്ള സ്പേസേ അവിടെയുള്ളൂ. അത് നമ്മൾ ശരിക്കും ക്ലൈംബ് ചെയ്ത് 2 കൈയും വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് കയറാൻ പറ്റും, നമുക്ക് ഇത് കയറാൻ പറ്റും. ആ വാളിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ തിരിച്ചു പോകുന്നത്. കാരണം അതിങ്ങനെ ഒരു മതിൽ പോലെ നിൽക്കുക. അത് കയറിയാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഈ ഇല്ല, തിരിച്ചിറങ്ങുന്നത് വേറെ വഴിയാണ്. തിരിച്ചിറങ്ങുന്നത് നമ്മൾ 1.5-2 ദിവസം നമ്മൾ അത് വേറെ വഴിയാണ്. ആ വഴി ആൾക്കാരെ കയറ്റി വിടില്ല, അവർ തന്നെ ഗവൺമെൻറ് കയറ്റി വിടില്ല. ഏത് റൂട്ടിൽ കൂടെ വന്നാലും തിരിച്ചിറങ്ങുന്ന ആ വഴിയാണ്, ഒറ്റ വഴിയുള്ളൂ തിരിച്ചിറങ്ങുന്നത്. അതിൽ തിരിച്ചിറങ്ങാൻ വേണ്ടി മാത്രമുള്ള വഴിയാണ്. അത് നല്ല സ്റ്റീപ്പാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ എന്നാലും പിന്നെ ഈ ബറാങ്കോ വാളിൽ നിന്നാണ് ശരിക്കും നമ്മളുടെ ഗൈഡ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലയൻറ്റിന് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം അവിടുന്ന് അധികം ആൾക്കാരും തിരിച്ചു പോകുന്നത്. പിന്നെയുള്ളത് ലാസ്റ്റ് നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്തിക്കഴിയുമ്പോഴാണ്. ബേസ് ക്യാമ്പ് ഏകദേശം ഒരു 4600 മീറ്റർ ഹൈറ്റിലാണ് ബേസ് ക്യാമ്പ് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലോട്ട് 5000-5200 നമുക്ക് സ്റ്റേ ചെയ്യാൻ നമുക്കവിടെ പറ്റത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ വോൾക്കാനിക് മൗണ്ടനാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം ഗ്യാസ് ആ ഒരു ഭാഗങ്ങളിലുണ്ട്. ഈ വോൾക്കാനോയുടെ ഒരു പ്രത്യേകതരം ഗ്യാസ്, അതായത് ഒരു ക്രിയേറ്റർ എന്ന് പറയും.
ക്രിയേറ്റർ ഏരിയയിലാണ്. അപ്പോൾ അവിടുന്ന് ഒരുതരം ഗ്യാസ്, ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ എയറിൽ ഓൾറെഡി എയർ തിന്നാണ്, നമുക്ക് ഓക്സിജൻ ലെവൽ കുറവാണ്. അപ്പോൾ അത് നമുക്ക് അതിന് മുകളിലൂടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4600 അവിടെയാണ് നമ്മളെ ബേസ്. അവിടെയാണ് ബേസ് ക്യാമ്പ്. അത് പിറ്റേ ദിവസം നിന്നിട്ട് നമ്മൾ രാത്രിയിൽ ഞാനൊരു 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സാധാരണ ആൾക്കാർ 12 മണിക്ക് സ്റ്റാർട്ട്, ഞാൻ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ 4600 നിന്ന് പിന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1200-1300 മീറ്റർ നമ്മൾ പിന്നെ കയറണം. 4600 5850 അങ്ങോട്ടേക്ക്. പിന്നെ അതാണ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കയറുന്നത്. പിന്നെ അത് കയറി, അത് അവിടം വരെ അതിൽ എത്തിയതല്ലേ. രാത്രിയിൽ തുടങ്ങി സബ്മിറ്റ് പുഷ് എന്നൊക്കെ പറഞ്ഞ കിളിമഞ്ചാരോട് അത് ഭയങ്കര സ്റ്റീപ്പാണ്. കാര്യം വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, നമുക്ക് നടന്ന് കയറിയാൽ മതിയെങ്കിൽ തന്നെയും -25 -30 ഒരു കാറ്റ്, വിൻഡ്, രാവിലെയുള്ള ഒരു കാറ്റ്, ഇതൊക്കെ അടിച്ചിട്ട് നമ്മൾ നല്ല തണുത്ത് പറിച്ച് തന്നെയാണ് കയറുന്നത്. പിന്നെ അതിനനുസരിച്ച് ഈ ഓക്സിജൻ ലെവൽ കുറയുന്നത്. കാരണം എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എബോ 5000. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടോപ്പിൽ ചെന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 8 മണിക്കൂർ കൊണ്ടാണ് ടോപ്പിലെത്തിയത്. ഈ 1300 മീറ്റർ കയറാൻ 8 മണിക്കൂർ എടുക്കുമ്പോൾ തന്നെ അറിയാം അതെങ്ങനെയായിരിക്കും ആ ഒരു അതിൻ്റെ നിപ്പ്. 300 മീറ്റർ നമ്മൾ 8 മണിക്കൂർ. അപ്പോൾ വളരെ റിസ്ക് മാത്രമല്ല, കാരണം നമ്മൾക്ക് അതെന്താ പറയുക, ഈ ആൾട്ടിറ്റ്യൂഡ് കയറുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കല്ല് നമുക്ക് ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എറിയാൻ പറ്റും. ഒരു 4000 ഒന്നും ഒരു 3000 മീറ്റർ മുകളിൽ ആ സെയിം കല്ല് നിങ്ങൾക്ക് എടുത്തെറിയണമെങ്കിൽ നമ്മളിവിടെ എടുക്കുന്നതിൻ്റെ ഒരു 25 മടങ്ങ് എഫേർട്ട് എടുക്കേണ്ടി വരും. ഈവൻ ഞങ്ങളൊക്കെ ഇപ്പോൾ ഷൂസ് മറ്റേ ബൂട്ട് ഇടുന്നത് ശരിക്കും ഒരു 3000 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ബൂട്ട് ഇടുമ്പം നമ്മൾ ബൂട്ട് വലിഞ്ഞ് കയറ്റി ഒന്നിങ്ങനെ കുനിഞ്ഞ് ഇതൊക്കെ ഒന്ന് വലിച്ചിടുമ്പോഴത്തേനും ശ്വാസം മുട്ടാൻ തുടങ്ങും. നമ്മളൊന്ന് എണീറ്റിരുന്ന് ഒരു 10 ശ്വാസം എടുക്കും, എന്നിട്ട് വീണ്ടും കയറ്റി ഒരെണ്ണത്തിൽ ലൈസ് കിട്ടി കഴിയുന്നതിന് വീണ്ടും ഇരിക്കും. അത് ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക്, ചില എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഒരു 3000-4000 മീറ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്, അതുപോലെ തന്നെ നമ്മൾ ഹോട്ടൽ റൂമിലാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ റൂമെങ്കിൽ നമ്മൾ ആ താഴേന്ന് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കയറുന്ന സ്റ്റെപ്പ് ചടയെന്ന് പറഞ്ഞ് കയറൂലേ, ചടയെന്ന് പറഞ്ഞ് കയറി മുകളിൽ ചെല്ലുമ്പോൾ തന്നെ നിന്ന് കഥയ്ക്കും. ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് കഥച്ചിട്ട അത്ര, കാരണം ആൾട്ടിറ്റ്യൂഡിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ. ഇഷ്ടം പോലെ വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാം. അതെ. ഇങ്ങനെ ഒരുപാട് യാത്ര ഏകദേശം എത്ര ട്രക്കിംഗ് നടത്തിയിട്ടുണ്ടാവും ടോട്ടൽ? ട്രക്കിംഗ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ട്രക്കിംഗ് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഉത്തരാഖണ്ഡ് ട്രക്കിങ്. ഈ ഒരു ഇതിൽ ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ അവിടുന്ന് ഹേംകുണ്ട് സാഹിബ്, പിന്നെ വസുധാര വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊക്കെ അവിടെ ആ വാട്ടർഫാൾസൊക്കെ അത് ഏകദേശം ഒരു 400 മീറ്റർ ഹൈറ്റ് ചെയ്യുന്ന ഒരു മലയുടെ മണ്ടയിൽ നിന്ന് വാട്ടർഫാൾസാണ്. 400 മീറ്റർ ഹൈറ്റ്. അത് കാണണമെങ്കിൽ നിങ്ങൾ അവിടെ നടന്ന് ഒരു 5 മണിക്കൂർ നടന്ന് അവിടെ ചെന്നാലേ കാണാൻ പറ്റുള്ളൂ. വേറെ ഒരു വഴിക്ക് നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല. ഹെലികോപ്റ്ററിന് പോകാൻ പറ്റില്ല, വേറൊരു സാധനമില്ല. നിങ്ങൾ നടന്ന് തന്നെ ചെല്ലണം. ഇങ്ങനത്തെ ഇന്ത്യയിലെ ഫസ്റ്റ് അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കേദാർകന്ത എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ തന്നെ ഒരു കേദാർകന്ത പർവ്വതം കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് ഇവിടെ ടാൻസാനിയയിലേക്കാണ്, കിളിമഞ്ചാരോ കയറി. അത് കഴിഞ്ഞ് പിന്നെ സൗദിയിൽ ഞങ്ങളൊരു 2-3 ട്രക്കിങ്, അത് ഒരുപാട് ഹൈറ്റ് അല്ലെങ്കിലും ഒരു 3-4 മറ്റേ ഡിസേർട്ടിൻ്റെ നടുക്കൂടി ഇതുപോലെ മലകളുണ്ട്. അതും നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ആ മലകൾ അതിനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുറ്റി എൻ്റെ ടോപ്പിൽ കയറി ഇങ്ങനെ എൻ്റെ സൈഡിൽ നിന്ന് ചുറ്റിയിട്ട് നമ്മൾ താഴെ ഇറങ്ങും. അപ്പോൾ ഇത് ഇത്രയും ട്രക്കിങ് നടത്തിയിട്ട് ഏറ്റവും ഹൃദയസ്പർശമായിട്ട് തോന്നിയിട്ടുള്ള ഏതാണ്? അത് എന്നാന്ന് പറയുക, എനിക്ക് വീണ്ടും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ്, ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ ഒരിക്കൽ കൂടി പോകണമെന്ന് ആഗ്രഹമുള്ളത്. അത് ഒരുപാട് ഹൈറ്റ് ഒന്നും ഇല്ല, ഒരുപാട്. പ്രത്യേകത ഇത്ര ഇഷ്ടം തോന്നാൻ അത് നമ്മൾ ആ കയറുന്ന ആ ഒരു എന്താ പറയുക, ആ ട്രക്കിങ്ങിൻ്റെ ട്രെയിൽസ് ഫസ്റ്റ് അല്ലല്ല അതുകൊണ്ടല്ല, ഫസ്റ്റ് കയറിയുണ്ടല്ലോ ആ ഒരു വ്യൂസ്. പിന്നെ ഏകദേശം ഒരു 12500 അടി ഹൈറ്റാണ് അത് സംഭവം വരുന്നത്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 3000 മീറ്റർ ഹൈറ്റിലാണ്. ഇത്ര ഹൈറ്റിലാൻ്റെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 8 കിലോമീറ്റർ നീളത്തിൽ, ഏകദേശം 2 കിലോമീറ്റർ വീതിയിൽ ഒരു വാലി, ഒരു 2 മലയുടെ ഇടയ്ക്കുള്ള സ്പേസ്. അവിടെ നിന്നാണ് പുഷ്പാവതി റിവർ തുടങ്ങുന്നത്. ആ പുഷ്പാവതി റിവർ ചെന്നിട്ടാണ് ഗംഗയൊക്കെ ഉണ്ടാകുന്നത്, റിവർ തുടങ്ങുന്നത്. ആ ഒരു 8 കിലോമീറ്റർ 2 കിലോമീറ്റർ വീതിയിൽ ഫ്ലവേഴ്സാണ്. മനുഷ്യൻ നട്ടതല്ല, അതും ഏകദേശം ഒരു 545 ടൈപ്പ് ഫ്ലവേഴ്സാണ് ഓരോ ഏരിയയിൽ ഓരോ തന്നെ വരുന്നത്. തന്നെ അത് ആ ഒരു സീസൺ, അത് ജൂണിലാണ് ശരിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസം ഉണ്ടാവുള്ളൂ. അല്ലാത്ത ആളുകൾ അവിടെ മുഴുവൻ മഞ്ഞായിരിക്കും.
മഞ്ഞ് മാറി കഴിയുമ്പോൾ അത് അത് ആ ഒരു ഫീൽ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം എനിക്ക് അതായത് നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റും ഒരു എന്നാലോചിച്ച് നോക്കുക, ഒരു 8 കിലോമീറ്റർ 2 കിലോമീറ്റർ വീതി 8 കിലോമീറ്റർ നീളത്തിൽ ഒരു പൂന്തോട്ടം, അതിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുന്നു. അത് മാത്രമല്ല, അത് മാത്രമല്ല ആ ഒരു മലകൾ, അതായത് നല്ല പച്ച മുട്ടക്കുന്നുകൾ പോലത്തെ മല, അവിടുന്ന് ക്ലൗഡ്സ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം, അതിനിടയ്ക്ക് നല്ല മറ്റേ പാല് പോലെ ഒഴുകുന്ന ഒരു പുഴയും അപ്പോൾ അതിൻ്റെ എല്ലാ ഫോട്ടോസ് വിഷ്വൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് കയറി ഇറങ്ങി, അതെൻ്റെ ഫസ്റ്റ് ട്രെക്കിങ് ആയിരുന്നു. എനിക്ക് അതിനനുസരിച്ചൊരു ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറി തിരിച്ചിറങ്ങിയിട്ട് എനിക്ക് വീണ്ടും പോകാനൊരു ആഗ്രഹമുള്ളൂ. ഇതുവരെ കയറിയാൽ എനിക്ക് പോകാൻ വീണ്ടും ആഗ്രഹമുള്ള സ്ഥലം വാലി ഓഫ് ഫ്ലവേഴ്സാണ്. ഇനി ഇപ്പം നേപ്പാള് നല്ല ഗംഭീരമായിട്ട് അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. അതെ, അടുത്ത ട്രക്കിംഗ് അങ്ങോട്ട് ശരിക്കും ഇനി ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നേപ്പാൾ തന്നെയാണ്. നേപ്പാളിലാണ് ശരിക്കും പറഞ്ഞാൽ വേൾഡിലെ ട്രക്കിങ്ങിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. കാരണം 14 പീക്സ് എന്ന് പറയുന്നത്, അതായത് 8000 മീറ്റർ അബോവ് ഉള്ള 14 പീക്സാണ്, 14 പർവ്വതങ്ങളാണ് വേൾഡിലുള്ളത്. അതിൽ 8 നേപ്പാളിൽ. അതാണ് അവരുടെ മെയിൻ വരുമാനം. അത് തന്നെയാണ്, 8 നേപ്പാളിലാണ്, ബാക്കി 4 പുറത്തുള്ളൂ. അതിൽ തന്നെ 2 പാകിസ്ഥാനിലാണ്, ബ്രോഡ് പീക്കും അതുപോലെ തന്നെ മൗണ്ട് K2 ഒക്കെ വരുന്നത്. ബാക്കി 8 നേപ്പാളിൽ തന്നെയാണ്. ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ട്രക്കിങ്ങിന് നമ്മൾ തന്നെ ഇതുവരെ നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ സ്പോൺസർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. നമ്മളുടെ ഇതിൽ തന്നെ നമ്മൾ ഈ എന്താ പറയുക, ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഇതിന് വേണ്ടി തന്നെ മാറ്റി വെച്ച് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ട് പോകുന്നത്. അടുത്ത് ഇനി ഇവിടെ തന്നെ നേപ്പാളിൽ തന്നെ ഇപ്പോൾ ഏകദേശം 6000 എബോവ് ചെയ്ത് എനിക്കൊരു 7000 എബോവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ 7000 എബോവ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഒരു 8000 ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞാനിങ്ങനെ ഷെർപ്പയായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8000 ഒരു അടുത്ത ഒരു മക്കാലു എന്നും പറഞ്ഞ് മൗണ്ട് മക്കാലു ഉണ്ട്, 8100 സംതിങ് ആണ്. അത് പ്യുവർ എക്സ്പെഡീഷനാണ്. ശരിക്കും ട്രെക്കിങ്ങും ക്ലൈമ്പിങ്ങും എന്ന് പറയും. ക്ലൈമ്പിംഗ് എന്ന് പറയും, ഇപ്പോൾ ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ലബുചേപ്പിക്ക് ക്ലൈമ്പിംഗ് ആണ്. മറ്റേത് എക്സ്പെഡീഷൻ എന്ന് പറയും, എവറസ്റ്റ് എക്സ്പെഡീഷൻ പോലെ 8000 എബോവ് എല്ലാം പറയുന്നത് എക്സ്പെഡീഷൻ എന്ന് പറയും. അത് ഏകദേശം ഒരു 35 to 40 ഡേയ്സ് വേണം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി. 8000 എബോവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ലാസ്റ്റ് ഓക്സിജൻ മാസ്ക്, ഓക്സിജൻ ഇതൊക്കെ വെച്ചിട്ടേ നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ 6000 ഇത്ര കയറിയപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 7000 കൂടി ചെയ്താലോ എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ 7000 അങ്ങ് ഒഴിവാക്കിയിട്ട് 8 പിടിച്ചാലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. ഒരു മൗണ്ട് മക്കാലു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇച്ചിരി ഹൈ റിസ്ക് ആണ് അതും. അത് കാരണം ഈ ഒരു 7900 മീറ്റർ അബോവ്, ഏതാണ്ട് 8000 ഒക്കെ വരുമ്പം 8000 മുതൽ പിന്നെ പറയുക ഡെത്ത് സോൺ എന്നാണ് പറയുന്നത്. അതിൻ്റെ അത് പിന്നെ ഡെത്ത് സോൺ എന്നാണ് പറയുന്നത്. അതായത് അവിടെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ ഷെർപ്പയ്ക്ക് പോലും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ സ്വന്തം റിസ്ക്കിലാണ് നമ്മൾ കയറേണ്ടത്. നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ മെഡിസിന് നമുക്ക് അത്യാവശ്യം, അതായത് വലിയൊരു വേറെ സേഫ്റ്റി എടുക്കാൻ പറ്റത്തില്ല. മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡയറിയയുടെ മെഡിസിൻസ് നമ്മുടെ അടുത്തുണ്ടാവും. ഈ വോമിറ്റിങ്ങിൻ്റെ ഇതൊക്കെ, ഈ ഡയറിയ വോമിറ്റിങ് ഈ സംഭവങ്ങളൊക്കെ ഈ AMS വരുന്ന ആൾട്ടിറ്റ്യൂഡ് മൗണ്ട് സിക്നസ്സിൽ വരുന്ന ചില സംഭവങ്ങളാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ഈ ഗ്ലൂക്കോസ് പോലെയുള്ള ടാബ്ലറ്റ്സുകൾ കാര്യങ്ങൾ നമുക്ക്, അതായത് സപ്ലിമെൻ്ററി എനർജി കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടാണ്. കാരണം നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കയറുന്നതനുസരിച്ച് നമുക്ക് വിശക്കില്ല, നമുക്ക് വിശപ്പ് തോന്നത്തില്ല, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയാം, ഈ ഇപ്പോൾ ലബുചേപ്പി കയറുന്ന സമയത്ത് രാത്രി 1 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ തരുന്നത് മറ്റേ ദാൽബട്ട എന്ന് പറഞ്ഞാൽ ചോറും പച്ചക്കറികളും ഉരുളക്കിഴങ്ങ് ഈ വക മറ്റേ ചെറുപയർ ഇതെല്ലാം കൂടി അത് കഴിക്കണം. കാരണം എന്നാലും നമുക്ക് കയറാനുള്ളത്. അത് 1 മണിക്ക് രാത്രി 1 മണിക്ക് ഈ സാധനം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ മതി. അതും ഈ 5400 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ കൂട്ടി ഒരു സാധനം കഴിച്ചത്. അവിടെയുള്ളവർ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നവർ അവർക്ക് സിമ്പിളാണ്. അവർ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അവർ സിമ്പിളായിട്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, അവർ ഇവിടേക്കൊക്കെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് ഓരോ പോർട്ടർമാർ ചുമക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, നമ്മളിവിടെ എൻ്റെ ബാഗ് ഏകദേശം 8 കിലോ ഉള്ള ബാക്ക് പാക്കായിരുന്നു. അവർ ചുമക്കുന്ന മിനിമം 90 കിലോയാണ്. അതും അവർ ഇങ്ങനെ ഒരു ഇത് വെച്ച് കെട്ടിയിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഒരു തട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കുനിഞ്ഞാൽ പോകുന്നത്. ഒരു ചെറിയൊരു വടിയുണ്ടോ, അതും ചെറുപ്പക്കാരുമല്ല, ഒരു 50-55 എബോവുള്ള ആൾക്കാർ വരെ സാധനം ചുമന്ന് കയറ്റുന്നുണ്ട്. 90 കിലോ 120 കിലോ 130 കിലോ. കാരണം ഇതെല്ലാം സാധനങ്ങൾ അവിടേക്ക് ചുമന്നുള്ള ഈ കിലോയ്ക്ക് അനുസരിച്ച് ഇവർക്ക് ക്യാഷ് കിട്ടും. അത് ചിലപ്പോൾ 2 ദിവസം കൊണ്ടായിരിക്കും ഇവർ മുകളിലെത്തുന്നത്, ചിലപ്പോൾ 3 ദിവസം കൊണ്ടായിരിക്കും ഇവർ മുകളിലെത്തുന്നത്. പക്ഷേ ഈ സാധനം ഇവന്മാർ ചുമന്ന് കയറ്റുന്ന കയറ്റിലാണ് നമ്മൾ. അപ്പം അവരുടെ ആ ലെഗ്സ് ഇതെല്ലാം അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ആ രീതിയിലുള്ള ഒരാൾക്കാരാണ് അവർ. പിന്നെ നമ്മളിപ്പം അഭിലാഷേട്ടൻ്റെ ഇപ്പോഴും നിന്ന് നമ്മൾ പുറകോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ.
ഫസ്റ്റ് നമ്മുടെ ഇന്ത്യത്തെ ഉത്തർപ്രദേശിൽ തന്നെ എവിടെയാണ് അതിൻ്റെ പേര് ഞാൻ മറന്നു. വലിയ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഹേംകുണ്ട് സാഹിബ്, പിന്നെ ഞാൻ പറഞ്ഞ വസുധാര വാട്ടർഫാൾസ്, പിന്നെ ഉള്ളത് കേദാർകന്ത. കേദാർകന്തൊക്കെ നല്ല സ്നോ മൗണ്ടൻ കേട്ടോ, അത് തുടക്കക്കാർക്ക് പറ്റുന്ന. അതെ അതെ. ഈ തുടക്കത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ചോദിക്കാൻ മറന്നു. ഈ ട്രെക്കിങ്ങിലേക്കുള്ള ഈ തുടക്കം എങ്ങനെയായിരുന്നു? ട്രെക്കിങ്ങിലേക്ക് തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ, അതായത് പണ്ട് മുതലേ നമുക്ക് ഈ മലകൾ, കാരണം ഞാൻ പഠിച്ച് വളർന്നതെല്ലാം വെലങ്ങാട്, കോഴിക്കോട്ടിലെ വെലങ്ങാട് എന്ന് പറയുന്ന മലയോര പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ സ്കൂളിൽ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ, അത് മല എന്ന് പറയത്തില്ല, കുന്നാണ്. നമുക്കൊരു കുന്ന് കയറി ഇറങ്ങി ആണ് നമ്മൾ ഈ പോകുന്നത്. അത് കയറി ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമതേ ഈ രാവിലെ നമ്മളെ വീട്ടിൽ നിന്നൊരു ശരിക്കും നടന്നിറങ്ങാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ 9:30 ഫസ്റ്റ് ബെല്ല് അടിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ നമ്മളെ വീട്ടിൽ നിന്ന് വിടുള്ളൂ. 10 മണിക്ക് ക്ലാസ് വിടും. കാരണം നമ്മളവിടെ പോയിട്ട് അലമ്പാക്കണ്ടല്ലോ, നമ്മുടെ കയ്യിലിരിപ്പ് കാരണം വീട്ടുകാർ പറഞ്ഞു ഈ 9:30 ആയിട്ട് ഫസ്റ്റ് ബെല്ല് അടിച്ചിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് ബെല്ല് അടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ ഈ 20 മിനിറ്റ് കൊണ്ട് താഴെ എത്തുന്നത് നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ഒറ്റ വിടല വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചാടി. അത് ഈ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്, ഇപ്പോഴും ഞാൻ ഇറങ്ങുന്നുണ്ട്. പിന്നെ തന്നെ മാത്തച്ചേട്ടൻ്റെ റബ്ബർ തോട്ടമാണ് അവിടെ, അറിയില്ല, റബ്ബർ ഈ കുന്നായത് കാരണം ഈ മഴവെള്ളം ഒലിച്ചിട്ട് റബ്ബറിൻ്റെ വേരുകൾ ഇങ്ങനെ പൊങ്ങി കിടക്കും അല്ലേ. നമ്മൾ ഒരു വേരിൽ നിന്ന് അടുത്ത വേരിലേക്ക് എടുത്ത് ചാടിയിട്ടാണ് നമ്മൾ ഈ താഴെ എത്തുന്നത്, തിരിച്ചെത്തുന്നത്. തെന്നി വീഴുമോ അതൊക്കെ പിന്നത്തെ കേസ്. നമുക്ക് എത്രയും പെട്ടെന്ന് താഴെ എത്തണം, ഒരു 10 മിനിറ്റ് നമുക്ക് ബാക്കിയുള്ള ടീമിൻ്റെ കൂടെ ഒന്ന് കിട്ടണം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് കയറി വരുമായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് കയറി വരുന്നു. ഈ പരിപാടി തന്നെയാണ്. താഴെ 1 മണിക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1:05 ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. ഊട്ടി കയറുന്നു, ഒരു 5 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, തിരിച്ച് അതേ രീതി തന്നെ. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അവിടെ ഗ്രൗണ്ടിൽ കളിക്കാനുള്ള വൈകുന്നേരം ഇത് തന്നെ സംഭവം. അപ്പോൾ അതൊക്കെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും വന്നത് ഈ കിളിമഞ്ചാരോ കയറിയിട്ട് ലാസ്റ്റ് ദിവസം ഇറങ്ങുന്നത് മഴക്കാടാണ്, റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മഴ പെയ്തിട്ട് ഫുള്ള് ചെളിയാണ്. ചെളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ബൂട്ടൊക്കെ ഒരു ഇത്രയും വരെ മുങ്ങുന്ന രീതിയിലുള്ള ചെളിയാണ്. അപ്പോൾ അതിൽ ഈ അവിടുത്തെ പോർട്ടർമാർ പോകുന്ന ഒരു പോർഷനുണ്ട്. അത് ഈ കമ്പിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വേരുകൾ വെച്ചിട്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതൊക്കെ കൂട്ടി ഫോറിനേഴ്സൊക്കെ ഇത് കുത്തിയിട്ട് പതുക്കെ 10 മണിക്കൂർ വേണം അത് ഇറങ്ങാൻ. അന്നത്തെ ദിവസം രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം 5 മണിക്ക്, രാവിലെ ഒരു 6 മണി 7 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണിക്ക് താഴെ എത്തുള്ളൂ. ഈ സമയം ഞാൻ 4 മണിക്കൂറാണ് ഞാൻ താഴെ എത്തി. 4 മണിക്കൂർ. അതെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ പൊട്ടന്മാർ ഇവർ പോകുന്ന കണ്ടു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഈ രീതിയിൽ തന്നെ എൻ്റെ ഗൈഡും കൂടെ ഉണ്ട്. അപ്പോൾ പൊട്ടന്മാർ പോകുന്നതൊക്കെ നമ്മൾ പണ്ട് ഈ പിന്നെ തന്നെ മതിച്ചാൽ റബ്ബർ തോട്ടത്തിൽ കൂടെ മറ്റേ ഒരു വേരിയിൽ നിന്ന് അടുത്ത വേലിലേക്ക് ചാടി പോകുന്ന രീതിയിൽ ഇവന്മാർ പോകുന്നത്. പിന്നെ ഇതൊക്കെ സ്റ്റിക്ക് മടക്കി പോക്കറ്റിട്ട് നമ്മൾ ആ രീതിയിൽ ചാടാൻ തുടങ്ങി 4 മണിക്കൂർ. അതെ തിരിച്ചറിയുന്ന എക്സ്പീരിയൻസ് അതായിരുന്നു. നമ്മൾ ചാടി അതിൽ ഇവരുടെ അപ്പോൾ ഗൈഡ് പുറകിൽ നിന്ന് വിളിച്ചു പറയും തെന്നരുത്, തെന്നി കഴിഞ്ഞിട്ട് വീണ് കഴിഞ്ഞാൽ തീർന്നു, വീണ് കഴിഞ്ഞാൽ ഫുള്ള് ചെളിയാണ്. പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഏതായാലും സമ്മതിച്ച് തിരിച്ചു പോവുക, എന്നാലും ഹോട്ടലിലേക്കാണ് പോയി കുളിക്കുക, എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ പൊട്ടന്മാരുടെ ഒപ്പം തന്നെ ചാടി ഇറങ്ങി. ലാസ്റ്റ് അത് ഭയങ്കര, അന്നേരം എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, അവർക്ക് ആ ഒരു ഇറങ്ങിയാൽ മറ്റേ ഒരു പേരെ അടുത്ത പേരിലേക്ക് ചാടി പോയിട്ടുള്ള സംഭവം. അതിന് കോഴിക്കോട് നിന്ന് പിന്നെ നമ്മുടെ ഈ മലയോരത്തിലേക്ക് ഇങ്ങോട്ട് ശരിക്കും എൻ്റെ അമ്മ വീടാണ് വെലങ്ങാട്. ഞാൻ അവിടെയാണ് പഠിച്ചത്. കോഴിക്കോട് വെലങ്ങാടാണ് പഠിച്ചതൊക്കെ. എൻ്റെ വീട് ശരിക്കും ഉളിക്കലിലെ തേർമലയിലാണ് വീട്. ഇപ്പം ഞാനിപ്പോൾ വീട് വെച്ചിരിക്കുന്നത്, ഇപ്പം ഞാനിപ്പോൾ ഒരു 2016 മുതൽ ഞാൻ താമസിക്കുന്ന അത്തിക്കലാണ് എൻ്റെ വൈഫ് ഹൗസ്. അപ്പോൾ വൈഫ് ഹൗസിനോട് ചേർന്ന് തന്നെ സ്ഥലം മേടിച്ചിട്ട് ഞാൻ അവിടെ വീട് വെച്ചിട്ട്. അപ്പോൾ വർക്ക് ഇപ്പം എന്നാ ജോലി? ഞാൻ സൗദിയിലായിരുന്നു, 13 വർഷമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനത് സൗദി അറേബ്യയിൽ നിന്ന് എക്സിറ്റ് നിർത്തി ഞാനിപ്പോൾ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് തയ്യാറെടുപ്പിലാണ്. ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനും പോകണമെന്ന് വിചാരിക്കുന്നു. അതെ. ഇവിടുത്തെ നമ്മുടെ പരിക്കുളത്തെ വിദ്യാഭ്യാസം ഞാനിവിടെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടേ ഇല്ല. ഞാൻ പഠിച്ചതെല്ലാം വെലങ്ങാട്, പിന്നെ അതിനുശേഷം ഞാൻ കോഴിക്കോടാണ് ബാക്കി ഹയർ സ്റ്റഡീസ്. കോഴിക്കോട് JDT ഇസ്ലാം പോളിടെക്നിക് എന്ന് പറയുന്നൊരു കോളേജിലായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിൽ പോയിട്ടൊരു 1-2 വർഷത്തെ IT വർഷത്തെ കോഴ്സുകൾ കൂടി ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത്. അതെ. 13 വർഷം സൗദിയിലുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫാമിലി വൈഫ് ശിശിര, അവളിപ്പോൾ അയർലൻഡിലാണുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് സൗദിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സൗദി അയർലൻഡിലേക്ക് പോയി. 2 പിള്ളേർ, സിയ, മേവൻ. 2 പേരും ഇപ്പം എൻ്റെ കൂടെ ഇവിടെയുണ്ട്. ഒരു മൂത്തോള് സിയ, അവൾ 12 വയസ്സ്. രണ്ടാമത്തേത് മേവൻ, അവനെ ആൻ്റപ്പൻ എന്നാണ് വിളിക്കുന്നത്. മേവൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തുണ്ടാവില്ല. അവന് 10 വയസ്സ്. 2 പേരും ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം ഈ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പം നാട്ടിൽ വന്ന് ഇങ്ങനെ വെറുതെ എല്ലാവരും ഇവിടെ ഉണ്ട്. വൈഫ് അയർലൻഡിലുണ്ട്. എനിക്ക് മെയ്
ഈ അടുത്ത് വരുന്നുണ്ട്. ഒരു എങ്ങനെ നമ്മൾ ഈ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോഴേ ഇത്രയും ഒരു അപകട ഭീഷണിയൊക്കെ ഉള്ളതാണ്. എങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും അതെങ്ങനെ നമ്മളങ്ങനെ അവർ പറയുന്നുണ്ട് പോകരുത്, അല്ല അപകടമാണ് അല്ലേ എന്നുള്ളതൊന്നും നമ്മളത് പറയത്തില്ല. നമ്മൾ അതിൻ്റെ ആ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഇത്ര ഭംഗി ഈ സംഭവങ്ങളെല്ലാം കാണിച്ച്, പക്ഷെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോഴാണ് ഇവർക്ക് ഇത് ഇത്രമാത്രം ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷേ തുടക്കത്തിൽ അവർക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പോകുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ പിന്നെ അവർ ഓക്കെ, കാരണം രണ്ടുപേരും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള സേഫ്റ്റി അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ 8,000 എബോവ് ഒക്കെ കയറുന്ന സമയത്ത് എനിക്കറിയില്ല എങ്ങനെയായിരിക്കും അവിടെ ഒരു റെസ്പോൺസ് വരുന്നതെന്ന്. കാരണം 8,000 എബോവ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി 100% ഹൈ റിസ്ക് തന്നെയാണത്. 7,900 എബോവ് ഡെത്ത് സോൺ എന്നാണ് പറയുന്നത്. ഡെത്ത് സോൺ എന്ന് പറയുന്നത് അതായത് നമ്മൾ പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പോലും നമ്മൾ പറഞ്ഞത് അത് പിന്നെ നമ്മളുടെ വിൽ പവർ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലാണ്. ഷർപ്പയ്ക്ക് പോലും ഞാൻ അഥവാ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ ബോഡി പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ തന്നെ ഈ മൗണ്ട് എവറസ്റ്റിൽ ഏകദേശം 350ഓളം ഡെഡ് ബോഡീസ് സ്റ്റില്ലുണ്ട്. മൗണ്ട് എവറസ്റ്റിൽ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിന് പകരം ഇപ്പോൾ അവർ എന്താ ചോദിച്ചാൽ എവിടെയാണെന്ന് പോലും അറിയത്തില്ല ഈ ബോഡി. കാരണം അവലാഞ്ച് അത് മഞ്ഞ് ഇടിച്ചിൽ, പിന്നെ ഈ കർവാസിസ് എന്ന് പറയുന്ന സാധനമുണ്ട്, മഞ്ഞ് പാളി ഇങ്ങനെ വിടർന്നു പോകുന്നത്. ഇവിടെ അതിനിടയ്ക്ക് പിന്നെ അത് വലിയ ഡെപ്താണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല അടിയൊന്നും. ഈ ഗുണാക്കേവൊക്കെ കണ്ടിട്ടില്ലേ, അതെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു, നമുക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല. അത് ആ മഞ്ഞുപാളി, അത് കുംഭു ഐസ്ഫാൾ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ നടന്ന് പോകുന്ന സമയത്തായിരിക്കും ഒരൊറ്റ. അപ്പോൾ നമ്മുടെ അഭിലാഷേട്ടൻ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അഭിലാഷേട്ടൻ ഇനിയിപ്പം നമ്മുടെ ഇതിനകത്തേക്ക് വരുന്ന പുതു തലമുറയോടെ ട്രക്കിങ്ങിനോടൊക്കെ വളരെ ആഗ്രഹം തോന്നി വരുന്ന അവർക്ക് കൊടുക്കാൻ പറ്റിയ മെസ്സേജുകൾ എന്താണ്? ശരിക്കും ട്രക്കിങ്ങിൽ ആദ്യമേ തന്നെ ഇപ്പോൾ ട്രക്കിങ്ങിലേക്ക് വരുന്നവരെന്നല്ല, നമ്മളിപ്പോൾ ഒരു യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു എന്താ നാച്ചുറൽ ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആദ്യമേ തന്നെ ഞാൻ എല്ലാവരോടും നമ്മൾ പറഞ്ഞ് റെസ്പെക്ട് ദ നേച്ചർ, ഫീൽ ദ നേച്ചർ. നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുക, നേച്ചറിനെ ഫീൽ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. റെസ്പെക്ട് ദ മൗണ്ടെയിൻ, ഫീൽ ദ മൗണ്ടെയിൻ, ഇതാണ് ഞാൻ പറയാറ്. എൻജോയ് യുവർ ട്രക്കിംഗ്, ഇത്രയാണ് ഞാൻ പറയാറുള്ളത്. അതായത് നമ്മൾ എപ്പോഴും എന്താ പറയുക, ഈ മൗണ്ടനിയറിങ് അല്ലെങ്കിൽ ഞാൻ ഈ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലബൂച്ച കയറുന്ന സമയത്താണല്ലോ, ഫസ്റ്റ് ലബൂച്ച കണ്ട സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു റിക്വസ്റ്റ്, നമ്മളൊരു പെർമിഷൻ ചോദിക്കുക എന്ന് പറയില്ലേ, ഞാൻ വരുന്നുണ്ട്, അലോ മീ ടു സബ്മിറ്റ്. നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. കാരണം നമ്മൾ അങ്ങോട്ടാണ് ചെല്ലുന്നത്, പുള്ളി ഇങ്ങോട്ട് വരുന്നതല്ല, മൗണ്ടൻ ഇങ്ങോട്ട് വരുന്നതല്ല. നമ്മൾ അവരുടെ ടെറിട്ടറിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പെർമിഷൻ നമ്മൾ അവിടെ നിന്ന് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറാനും പറ്റും, വേറെ കാര്യം കേട്ടോ. അപ്പോൾ ഈ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര അതോടെ എനിക്ക് 22 വയസ്സേ ഉള്ളൂ, 23 വയസ്സേ ഉള്ളൂ, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് തലേ ദിവസം തന്നെ ഞാൻ കണ്ടതിൽ ഞാൻ പറഞ്ഞു 3 പേര് തിരിച്ചറിയപ്പോൾ ഒരാൾ പുള്ളിയായിരുന്നു തിരിച്ചറിഞ്ഞു പോകുന്നു. 23 വയസ്സുള്ളൂ, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ്. അതായത് ഒരിക്കലും ഇവരുടെ അടുത്ത് നമ്മൾ വെല്ലുവിളിക്കാൻ പാടില്ല, പ്രകൃതിയുടെ അടുത്ത്. അതാണ് എനിക്ക് പ്രത്യേകം. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ട്രക്കിങ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ വലിയ അങ്ങ് ഏറ്റവും വലിയ ഉയരത്തിലേക്കോ പോകണമെന്നൊന്നുമില്ല. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കഞ്ഞിരപ്പള്ളി ശശിപ്പാറയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ വന്ന വഴിക്ക് ഞാൻ ഇവരോട് പറയുമായിരുന്നു, ഇവിടേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ വരെ വണ്ടി എത്തുന്നുണ്ട്, വരരുത്. നിങ്ങൾ താഴെ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് നിങ്ങളൊരു 3 മണിക്കൂർ 4 മണിക്കൂർ നടന്ന് കയറുക. അതും വൈകുന്നേരമാണ്, രാവിലെ നടന്ന് ഇവിടെ കയറി വന്നിട്ട് ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലിങ്ങും വണ്ടിക്ക് വന്ന് കാണുന്ന ഫീലിംഗ് രണ്ടായിരിക്കും. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഇവിടുത്തെ. പിന്നെ പറയാനുള്ളത്, അതിപ്പോൾ പുതിയതായിട്ട് വരുന്നവരോട് മാത്രമല്ല, ഈ പഴയ ആൾക്കാരോടും ചെയ്യുന്ന ആൾക്കാരോടും ഒരിക്കലും ചെയ്യരുത്. ഈ പ്ലാസ്റ്റിക്കുകൾ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ ഈ താഴെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കുകളാണ്. ഈ സാധനം ഒരിക്കലും ഇവിടുന്ന് പോകത്തില്ല. മൗണ്ടിന് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഇത്രമാത്രം ആൾക്കാർ കയറുന്ന, അതായത് ഒരു സീസണിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ കയറുന്ന നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെ റൂട്ടിൽ നിങ്ങൾക്കൊരു ചെറിയ പ്ലാസ്റ്റിക് കഷ്ണം പോലും കാണാൻ പറ്റില്ല, ഒരു വേസ്റ്റ് പോലും കാണാൻ പറ്റില്ല, ഒരു പേപ്പർ പോലും കാണാൻ പറ്റില്ല. അപ്പം നമ്മളുടെ സ്ഥലമാണ് ഇവിടെ. ഈ സ്ഥലം നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മളല്ലാണ്ട് വേറെ ആരും ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയണ്ടില്ലേ, ഇഷ്ടംപോലെ ഫുള്ള് പ്ലാസ്റ്റിക്കുകളാണ്. നിങ്ങൾ വന്നോ, വെള്ളം കുടിച്ചോ, എല്ലാം ചെയ്തു, പക്ഷേ പോകുന്ന സമയത്ത് ഇതും കൊണ്ടുപോവുക. വേസ്റ്റുള്ള വേറെ സ്ഥലങ്ങളുണ്ടാവും. ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നശിക്കത്തില്ല. ഇത് നമ്മളുടെ ഈ പ്രകൃതിയെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഈ ശശിപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, ശശിപ്പാറ എന്നല്ല എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതെ. അപ്പോൾ നമ്മുടെ ഒരുപാട് യാത്രകൾ, ഒരുപാട് ട്രെക്കിങ്ങുകൾ, അപ്പോൾ ഒരുപാട് രാജ്യങ്ങളൊക്കെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ആളാണ് നമ്മുടെ അഭിലാഷേട്ടൻ. നമ്മുടെ മലയോര മേഖലയായ പരിക്കളം, അതുപോലെ തന്നെ ഇപ്പോൾ അത്തിക്കലാണ് താമസം.
ശശിപ്പാറയിൽ വരാൻ നമ്മുടെ മലയോര മേഖലയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മുടെ കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറ, അതുപോലെ തന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ശശിപ്പാറയിൽ വന്നപ്പോൾ അഭിലാഷേട്ടന് ഇതിന് കൊണ്ടുവരുവാൻ മറ്റുള്ള സ്ഥലങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ, അപ്പം ഇതും കമ്പയർ ചെയ്ത് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഈ സ്ഥലത്തിന് യോജിച്ച രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും? ശരിക്കും ഇവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കേസാണ്. ഏറ്റവും വലിയ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ വരെ റോഡ് വന്നതാണ്. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഇതൊരു ട്രെക്കിംഗ് പ്ലേസ് ആയിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ട്രെക്ക് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സ്ഥലം തന്നെ വെക്കുക. ഒന്നാമത്തെ കേസ് അതാണ്. കാരണം ട്രെക്ക് ചെയ്ത് നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ കയറാൻ പറ്റും, ആൾക്കാർ കയറാൻ പറ്റും. അത് ട്രെക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ നല്ലത്. അപ്പോൾ അതൊരു കേസ്. ഇത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വരെ റോഡായി, എല്ലാവർക്കും ബൈക്കിനടക്കം ഇവിടെ വന്നിട്ട് സിമ്പിളായിട്ട് കണ്ടിട്ട് പോകും. പക്ഷെ അതല്ല ഒരു ട്രെക്ക് ചെയ്ത് ഇത്രയും മലയുടെ മണ്ടയ്ക്ക് കയറി കാണാമെന്ന് പറയുന്നത്. പിന്നെ ചെയ്യേണ്ടത് തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ ബോർഡുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ഇത് ചെയ്യണം. ഇനി അതല്ല എങ്കിൽ ഇവിടെയുള്ള ഗവൺമെൻറ് തന്നെ, അതായത് ഈ ഇപ്പോൾ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വലിയ ഫ്ലവേഴ്സ് കയറുന്ന സമയത്ത് നമ്മൾ വലിയ ഫ്ലവേഴ്സിലേക്ക് ലാസ്റ്റ് 5 കിലോമീറ്റർ നടക്കാൻ കയറുന്ന സമയത്ത് അവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട്. നമ്മൾ ബാഗ് പരിശോധിക്കും, എത്ര പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് നോക്കും, അതവിടെ എഴുതി വെക്കും. തിരിച്ച് വരുമ്പം ആ സാധനം അവിടെ ഉണ്ടാവണം, ഇതിൻ്റെ അകത്തുണ്ടാവണം. ഇല്ല എങ്കിൽ 10,000 രൂപ ഫൈൻ നിങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ പോയിട്ട് ആ സാധനം എടുത്തുകൊണ്ട് വരണം. അത് കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാം ക്ലീനാണ്. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ, ഇതൊന്ന് ക്ലീൻ ആക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ വെക്കുക. പിന്നെ ഇതുപോലെ വരുന്ന സ്ഥലത്ത് ഇവിടെയുള്ള ഈ ട്രക്കിങ്ങിന് വരുന്ന, ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ട്രക്കിങ്ങിന് വന്ന വൈകുന്നേരങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ട്രക്ക് ചെയ്ത് കയറി വൈകുന്നേരങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാനുള്ള ഒരു അത് ക്യാമ്പ് ഫയർ, ഒരു തീ വെച്ച് അതൊന്നുമല്ല, അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഇവിടെ. പക്ഷേ ടെൻ്റ് അടിച്ച് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ ബെസ്റ്റാണത്. അതെ തീർച്ചയായിട്ടും ആൾക്കാർ വരും അതിനൊക്കെ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ട് വളരെ മനോഹരമായി അതിനെക്കുറിച്ചൊക്കെ നമ്മളോട് വർണ്ണിച്ചു. നമ്മളിപ്പോൾ ഞാനൊക്കെ അവിടെ എത്തിയൊരവസ്ഥയിൽ, ഞാനിപ്പോൾ ഒരു ട്രക്കിങ് നടത്തിയൊരവസ്ഥയിൽ ഫീലിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഈ മലയോര മേഖലയായി കാഞ്ഞിരക്കൊല്ലി, അതേപോലെ തന്നെ നമ്മുടെ പാലക്കയം തട്ട്, അതെ പാലക്കയം പൈതൽമലയുണ്ട്. അതെ അങ്ങനെ നമ്മുടെ ഈ മലയോര മേഖലയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട്. തീർച്ചയായും പൈതൽമലയൊക്കെ ട്രക്കിംഗ് തന്നെയാണ്. അതെ ട്രക്കിംഗ് തന്നെയാണ്. എനിക്കൊന്നും പാലക്കയം തട്ടിലൊക്കെ വണ്ടി കയറുന്നുണ്ടെന്ന് തോന്നുന്നു. പൈതൽമല അല്ല, അത് രസം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്കാണെങ്കിലും ഇപ്പോൾ ട്രക്ക് ചെയ്ത് അല്ലെങ്കിൽ നടന്ന് കയറണമെന്നുണ്ടെങ്കിൽ വണ്ടി താഴെ ഇട്ടിട്ട് നടന്ന് കയറിയാൽ മതി. നടന്ന് കയറുന്ന ഒരു ഫീല് വേറെയാണ്. ഞാൻ പറയില്ലേ, നമ്മളൊരു 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഒരു ദിവസം നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയത്തില്ല. നമ്മൾ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളുവെങ്കിലും അത് 4-5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷേ നമ്മൾ ആ സമയം പോകുന്ന അറിയില്ല. നമ്മൾ ഭയങ്കര അതൊരു എന്താ പറയുക, തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളത് ഫസ്റ്റ് നമ്മൾ എന്താ ഫുള്ള് ഈ നേച്ചറുമായിട്ട് ചേർന്ന് നമ്മൾ അതിൻ്റെ ആ ഒരു സൗണ്ട്, അതിൻ്റെ ഒരു ഫീലിംഗ് നടക്കുമ്പോൾ നമ്മൾ ഈ സമയം പോകുന്ന അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഫയർഫോഴ്സ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. അത് അവരുടെ ഇതിലുള്ള ബാച്ചസിന് മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ രീതിയിലൊരു ട്രെയിനിങ് കൊടുക്കാൻ ഒരു ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും മറ്റേ ഇത് കൂട്ടാണ്, ക്ലൈമ്പിംഗ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എങ്ങനെ ഒരു ട്രെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്ലൈംബ് ചെയ്യാം, എങ്ങനെ ഒരു റെസ്ക്യൂ ചെയ്യാം എന്നുള്ള ട്രെയിനിങ് പിള്ളേർ വരും. നമ്മളെ പഴയ പോലെ ഒന്നുമില്ല. പിള്ളേർ നല്ല ചുരുക്കുള്ള പിള്ളേർ, അതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഗവൺമെൻറ് ലെവൽ അല്ലെങ്കിൽ ഫയർഫോഴ്സ് തന്നെ അതിങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊന്നും വേണ്ട. ഒരു 2 ദിവസത്തെ 3 ദിവസത്തെ ഒരു ക്യാമ്പിംഗ് അടക്കം വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസ്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു റോപ്പ് കിട്ടി എങ്ങനെ ഒരു പാറയിൽ കൂടി താഴോട്ട് ഇറങ്ങാം, ആ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ ആൾക്കാർ വരും. തീർച്ചയായിട്ടും വരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം ഇവിടെ ഇവർക്ക്. കാരണം ഇത്ര നല്ലൊരു സ്പേസാണിത്. സ്പേസാണ് തീർച്ചയായിട്ടും. അപ്പോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സേഫ്റ്റി എടുത്തിട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ ഒരുപാട്. അതെ, ഞാനിവിടെ 2013 വന്നതാണ്. 11 വർഷം ഞാൻ ഇവിടെ വന്നത്. അത് 11 വർഷം ശേഷം ഞാൻ ഇവിടെ 2013 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അന്ന് ഇവിടെ വരുമ്പോൾ ഇതിന്റെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് ഈ ഇത്രമാത്രം വികസനങ്ങളോ ഇത്രമാത്രം റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, ഞാൻ താഴെ എവിടെയോ ഒരു ഭാഗത്ത് ഇപ്പം വന്നപ്പോൾ എനിക്ക് ആ ഏരിയ മനസ്സിലാകുന്നില്ല. കാരണം 11 വർഷമായി. അന്ന് വന്നപ്പോൾ രണ്ട് ചെറിയ പറ്റിയും സൈഡ് മറ്റേ ഷീറ്റ് കെട്ടി മറിച്ച് 2 കടകളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അവിടെ ആൾക്കാരൊന്നും ആരും വരുന്നില്ലായിരുന്നു. ഞങ്ങൾ വണ്ടി താഴെ എവിടെയോ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് നടന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ 2 ഫാമിലി ഉണ്ട്. ഞങ്ങൾ നടന്നിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് കയറി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇവിടെയല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇവിടെ നടക്കാനുണ്ടെന്നൊരു വിചാരം. പക്ഷേ ഇതിപ്പോൾ ശരിക്കും പാറയുടെ സൈഡിൽ തന്നെ വണ്ടി ഇരുത്തി. അപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്ന് നിന്ന് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അത് നമ്മൾ കഷ്ടപ്പെട്ട് നടന്ന് കയറി
ആ ഒരു വ്യൂ കാണുമ്പോൾ ഉള്ള ഫീലും ഇതും രണ്ട് തന്നെയാണ്. അതെ. അപ്പോൾ നമ്മുടെ ശശിപ്പാറയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഞാനും നമ്മുടെ അഭിലാഷേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയോര മേഖലയിൽ ഈ ശശിപ്പാറയിൽ കാഞ്ഞിരക്കൊല്ലിയിൽ അഭിലാഷേട്ടൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് യാത്രകൾ നമ്മുടെ പ്രേക്ഷകരോട് അദ്ദേഹം പങ്കുവച്ചു. അപ്പം ഇനിയും ഒരുപാട് ട്രെക്കിങ്ങിലൂടെ നമ്മുടെ അഭിലാഷേട്ടൻ ഒരുപാട് ട്രെക്കിങ് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അഭിലാഷേട്ടൻ കാഞ്ഞിരക്കൊല്ലിയിലെ ശശിപ്പാറയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ശശിപ്പാറയിൽ ഇതൊന്നുമല്ല, ഇതിനേക്കാളും കൂടുതൽ ഡെവലപ്മെൻറ്റ് വരണം. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ഇവിടെ വരുമ്പോൾ, ടൂറിസ്റ്റുകൾ ഇവിടെ വരുമ്പോൾ, ഇവിടെ ഇതും നല്ലൊരു മലയോര മേഖലയാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇരിക്കണം. അപ്പോൾ അഭിലാഷേട്ടൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഏജന്റ് ഈ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ ഈ സ്വപ്നങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ യാത്രയുടെ വിവരണങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പങ്കുവെച്ചതിന് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. നന്ദി, നമസ്കാരം. എത്തി എവറസ്റ്റ് ബേസ് ക്യാമ്പ്.